ക്ഷേത്രങ്ങളും മോസ്കുകളും മനുഷ്യന്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ നെയ്ത്തിരി നാളങ്ങളാണ് നമുക്ക് നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ഒരുക്കുന്ന ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളത്തിലെ പ്രധാനപ്പെട്ട 7 കൂത്തമ്പലങ്ങളിൽ പരമപ്രധാനമായ മുത്തമ്പലമുള്ള ക്ഷേത്രം, രാമായണ കഥകൾ മുഴുവനും ചിത്രങ്ങൾ പോലെ ആലേഖനം ചെയ്തിരിക്കുന്ന ക്ഷേത്രം. അതേപോലെ തന്നെ ഇവിടുത്തെ ആരൂഢങ്ങൾ ചരിത്ര പ്രസിദ്ധമാണ്. അതിൻ്റെ നിർമ്മാണങ്ങൾ ഇന്നും ഒരു അത്ഭുതം തന്നെയാണ്. ചരിത്രമുറങ്ങുന്ന ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവം ആഘോഷപൂർവ്വം നടത്തപ്പെടുകയാണ്. ഈ ആഘോഷങ്ങളുടെ ധന്യ നിമിഷങ്ങൾ ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ജ്യോതിഷാചാര്യ സുബ്രഹ്മണ്യ സ്വാമി ഹരഹരൂ ഹരഹര ഹരഹരൂ ഹരഹര ഹരഹരൂ ഹരഹര ഷടാനനം കുങ്കുമരക്തവർണം മഹാമതി ദിവ്യമയൂരവാഹനം ശുദ്ധസൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്യേ. ഞാൻ സതീഷ് കുമാർ, ജ്യോതിഷ വിദ്യാർത്ഥിയാണ്. ഞാൻ ആദിത്യപുരം സൂര്യദേവക്ഷേത്രത്തിൽ 20 വർഷമായി ഞായറാഴ്ച ദിവസങ്ങളിലൂടെ സ്ഥിരമായി ഒന്ന് സേവനം ചെയ്യുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എല്ലാ ആശംസകളും. മുകളിലത്തെ ഒന്ന് ഫോണിലെടുക്കും. എൻ്റെ പേര് ജോൺ ടി മാത്യു. കോട്ടയം ഗാന്ധിനഗർ TCI ഗ്രൂപ്പിൻ്റെ MD ആണ്.
ആറുപ്പക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തെങ്ങുംപ്ലാക്കൽ TCI ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഉത്സവങ്ങളുടെയും ഉത്സവാഘോഷങ്ങളുടെയും നാടാണ് നമ്മുടെ കൊച്ചു കേരളം. അത്തരത്തിലേറെ പ്രശസ്തമായ ആറുപ്പക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം സ്ഥിതി ചെയ്യുന്ന കാര്യമറ്റത്തിൽ ചേഞ്ചിങ് സീസൺസ് ഫുട്വെയർ ആൻഡ് ബാഗ്സ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മഡോണ ഹോട്ടലിന് അടുത്ത് തന്നെയാണ്. ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് സനൂപ്. ഞാൻ പനമ്പാലത്ത് മണലെ ഫൈനാൻസേഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുകയാണ്. ഒരു ആർപ്പക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു അമ്പലമാണ് ആർപ്പക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മുരുകൻ്റെ അമ്പലമാണ്. അതുപോലെ തന്നെ വിളിച്ച വെളിപ്പുറത്താണ്. അനുഭവമുണ്ട്.
ഞാൻ ഗുരുവിനോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് തന്നെ ഭഗവാൻ നടത്തി തരുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പം ഈ അമ്പലനടയിൽ നിന്ന് തന്നെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയേക്കുന്നത്. അപ്പോൾ ആർപ്പൂരക്കാരുടെ ഉത്സവമായ ഇത്തവണത്തെ ഈ ഉത്സവത്തിന് ആർപ്പൂര മണലേ ഫൈനാൻസേഴ്സിൻ്റെ പേരിലും എൻ്റെ പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സുജാത പ്രദീപാണ് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. ഉത്സവാഘോഷത്തിന് കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണ്? ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊടിയേറ്റോടുകൂടി നങ്ങിയാർ കൂത്തോടുകൂടി കൊടി കയറി ഭഗവാൻ എപ്പോഴും നങ്ങിയാർ കൂത്തോടുകൂടിയാണ് കൊടി കയറുന്നത്. പിന്നെ രണ്ടാം ഉത്സവം തൊട്ട് ഉത്സവ ബലിയുണ്ട്. 8 ദിവസത്തെ ഉത്സവ ബലിയാണ്. പിന്നെ കഥകളിയുണ്ട്, അർജുന വിഷാദ യോഗം, പിന്നെ ക്ഷേത്രകലകളെല്ലാം ഉണ്ടല്ലേ? കലകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഉത്സവം ഇപ്പോൾ ഇത്തവണത്തെ ഉത്സവം ഇതാവുന്നത്. ദേശവിളക്കുണ്ട്, പിന്നെ ഒരു പൂരം ഉണ്ട്. ശരി. അതേപോലെ നമ്മുടെ ഈ കൂത്തമ്പലത്തിനും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 7 കൂത്തമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കൂത്തമ്പലമല്ല ഇത്? കൂത്തമ്പലമാണ്. ഇതിനകത്ത് ശ്രീരാമന്റെ കഥകള്, രാമായണ കഥകൾ ചാരുശില്പങ്ങളായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉത്സവങ്ങളെല്ലാം വളരെ ഭംഗിയായി നടത്തട്ടെ. നാടിന്റെ ഉത്സവമായ ആഘോഷങ്ങൾ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാവണം. ശരി ശരി. ദേശത്തിന്റെ ഉത്സവമല്ലേ? വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങളോട് സംസാരിച്ചതിന് പ്രത്യേകം നന്ദി. എല്ലാ പ്രിയ ഭക്തജനങ്ങൾക്കും എൻ്റെ നല്ല നമസ്കാരം. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവം ഇന്ന് സമാരംഭിക്കുകയാണ്. ഇന്ന് കൊടിയേറി 10 ദിവസത്തോളം ആഘോഷപൂർവമായ ഉത്സവമാണ് നമ്മുടെ ഈ അമ്പലത്തിൽ അരങ്ങേറുന്നത്. ഭക്തിസാന്ദ്രമായ, ഭക്തിപ്രധാനമായ, എല്ലാവർക്കും ഇഷ്ടദാനപ്രിയനായ ഭഗവാന്റെ ഉത്സവം എല്ലാ ഭംഗിയോടുകൂടിയും എല്ലാ ആഘോഷപൂർവ്വം നടത്താനാണ് ഈ ഉപദേശക സമിതിയും ഭക്തജനങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഈ ഉത്സവത്തിൻ്റെ നല്ല ആശംസകൾ നേരുന്നു. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രതീക്ഷിക്കുന്നു. കൂടാതെ തന്നെ ഈ തവണത്തെ ഉത്സവത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മൾ ഈ അമ്പലത്തിൻ്റെ നാനാമുഖമായ വികസന പ്രവർത്തനങ്ങളുടെയും നാന്ദി കുറിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഒരു ശിലാസ്ഥാപനം നടത്തി കഴിഞ്ഞു. ശ്രീ വാസവൻ അവരുകൾ, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, ആ 2 കോടി രൂപയോളം ചെലവ് വരുന്ന വികസന പ്രവർത്തനങ്ങൾ, ശബരിമലയുടെ ഇടത്താവളമാക്കി മാറ്റാൻ പറ്റുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നാം ഇപ്പോൾ അതിനുവേണ്ടി സമർപ്പിച്ച് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരം നേടിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ഈ അമ്പലത്തിനെ ഒരു ക്ഷേത്രങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്താനാവശ്യമായ എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ അന്നദാനം, എല്ലാ മാസവും നമ്മൾ നടത്തിയ അന്നദാനം അതിലുപരി കുറച്ചുകൂടി വിപുലമായിട്ട് എല്ലാ ആഴ്ചയിലും എല്ലാ വിശേഷ ദിവസങ്ങളിലും നടത്താനും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി ഭഗവത് നാമത്തിൽ നന്ദിയും നമസ്കാരവും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ഞാൻ ഡോക്ടർ രശ്മി, ചീഫ് ഫിസിഷ്യൻ, ആശ്വാസ് വെൽനസ് സെൻറ്റർ, ടെമ്പിൾ റോഡ്, തിരുനക്കര, കോട്ടയം. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എൻ്റെയും ആശ്വാസ് വെൽനസ് സെൻറ്ററിൻ്റെയും എല്ലാവിധ ആശംസകൾ. ആർപ്പൂക്കര ക്ഷേത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത് തെക്കുംകൂർ രാജവംശവും
കൈപ്പഴ സ്വരൂപവുമായിട്ട് പണ്ട് ഒരു വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായ സമയത്ത് ഇവിടെ കുമരംകുന്ന് എന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ സുബ്രഹ്മണ്യ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ വഴക്കിൻ്റെ പേരിൽ ആ സുബ്രഹ്മണ്യ ക്ഷേത്രം തെക്കുംകൂറ് നശിപ്പിക്കുകയും അവിടുന്ന് ആ വിഗ്രഹം തെക്കുംകൂറ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ കൈപ്പഴ സ്വരൂപത്തിന് ഈ വിഗ്രഹത്തിൽ നിന്നുള്ള അനുഗ്രഹം കൊണ്ടാണ് ഒരുപാട് ഐശ്വര്യം ഉണ്ടായത് എന്നുള്ള ആ ഒരു ഇതിൻ്റെ പേരിലാണ് തെക്കുംകൂറ് ആ വിഗ്രഹം അവിടുന്ന് അടിച്ചെടുത്തുകൊണ്ട് പോയത്. അങ്ങനെ അത് പോകുന്ന വഴി അതൊരു വർഷകാലമായിരുന്നു. വർഷകാലത്ത് നീലച്ചിലാറ്റിൽ കൂടി പോയി കഴിഞ്ഞപ്പോൾ ഈ വള്ളം മുങ്ങി ഈ വിഗ്രഹം ആറ്റിൽ പോയി. തപ്പിയിട്ടും ആ വിഗ്രഹം കിട്ടിയില്ല. അങ്ങനെ അവർ ആ വിഗ്രഹം ആറ്റിൽ ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പോയി. പിന്നീട് കാലങ്ങൾ കുറേ കടന്നുപോയി. അപ്പം ആ വിഗ്രഹം ജലാധിവാസം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 10-60 വർഷത്തിന് ശേഷമായിരിക്കണം മണലുവാരുകാർക്ക് ഈ വിഗ്രഹം കിട്ടി. വിഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഏതോ ഹിന്ദു വിഗ്രഹമാണല്ലോ, ഏതോ ക്ഷേത്രത്തിലെ വിഗ്രഹമാണല്ലോ എന്ന് പറഞ്ഞ് അവർ നേരെ ആർപ്പൂക്കര എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് വരികയും ഇവിടുത്തെ മുട്ടത്തുമന ഉൾപ്പെടെയുള്ള 6 നമ്പൂതിരി കുടുംബങ്ങളെ ഇവരറിയിക്കുകയും ചെയ്തു. ആ നമ്പൂതിരി കുടുംബങ്ങൾ ഉടനെ അവിടെ ചെന്ന് കഴിഞ്ഞ്, അപ്പോൾ ഇത് പയ്യനാട്ട് ഫാമിലി എന്നൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഈ വിഗ്രഹം കൊണ്ട് അവർ സൂക്ഷിച്ചിരുന്നത്. അവിടെ ചെന്ന് അവരോട് സംസാരിക്കുകയും അത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ വിഗ്രഹമാണ്, അവർ സന്തോഷപൂർവ്വം ഈ വിഗ്രഹം നമ്പൂതിരിമാരെ ഏൽപ്പിച്ചു. അങ്ങനെ ആ നമ്പൂതിരിമാർ ഇവിടെ ആർപ്പൂക്കര വരെയും, അന്ന് ആർപ്പൂക്കര ഒരു ചെറിയ വിഷ്ണു ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്ത് സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം സുബ്രഹ്മണ്യനെ മാറ്റി അടുത്ത തന്നെ സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചു. അപ്പം അന്ന് ഈ ജ്യോതിഷപ്രകാരം മുഖ്യദേവന് സുബ്രഹ്മണ്യന് കൊടുക്കേണ്ടതായ എല്ലാ ആചാരങ്ങളും വിഷ്ണുവിനും കൊടുക്കണം എന്ന് പറഞ്ഞു. ആ ആചാരം ഇന്നും നിലനിൽക്കുന്നു. അങ്ങനെയാണ് ആർപ്പൂക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി. അതിനുശേഷം നമ്മുടെ മാർത്താണ്ഡവർമ്മയും ചെമ്പകശ്ശേരി രാജാവും എല്ലാം ഇവിടെ വരികയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ ക്ഷേത്രം വളരെയധികം ഉന്നതിയിൽ വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഈ ക്ഷേത്രത്തിന് രാജവംശത്തിൽ നിന്നും ലഭിച്ച ഒരുപാട് ഭൂമി, അതായത് ഇന്ന് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ ഭൂമി മുതൽ പടിഞ്ഞാറ് അങ്ങ് കന്യാക്കോൺ വരെയുള്ള വസ്തുവകകൾ ഈ ക്ഷേത്രത്തിലേക്ക് അന്നത്തെ ചെമ്പകശ്ശേരി മാർത്താണ്ഡവർമ്മയും ദാനം ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് ഈ ക്ഷേത്രം വളരെയധികം സമ്പൽ സമൃദ്ധിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നീട് കാലക്രമേണ ഇതിൻ്റെ ആ സമ്പൽ സമൃദ്ധി, അതായത് ഈ ഭൂനിയമമൊക്കെ വന്നപ്പോൾ ഒരുപാട് ഭൂമികൾ നഷ്ടപ്പെടുകയും ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയും ചെയ്തു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ നിത്യവൃത്തിക്ക് പോലും ഒരു ബുദ്ധിമുട്ട് വന്ന കാലഘട്ടത്തിലാണ് അന്നത്തെ ഇവിടുത്തെ ഭരണാധികാരികൾ എല്ലാവരും കൂടെ ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത്. അതായത് 1963 ഈ ക്ഷേത്രം ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തത്. അന്ന് മുതൽ ഇപ്പോഴും ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ ഭരണാധികാരി. ദേവസ്വം ബോർഡിലേക്ക് വിട്ടുകൊടുത്തതിന് ശേഷം കാലക്രമേണ ഈ ക്ഷേത്രത്തിൻ്റെ കുറേശ്ശെ ഐശ്വര്യങ്ങളുണ്ടായി. ഇപ്പം നാട്ടുകാരുടെയും എന്ന് വേണ്ട എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ട് ഇന്ന് ഈ ക്ഷേത്രം നല്ല അഭിവൃദ്ധിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. എൻ്റെ പേര് വൈശാഖ്. ഞാൻ ഗ്ലാസ് ആർട്ട് വേൾഡിൻ്റെ ഓണറാണ്. ആർപ്പുക്കരയിലാണ് എൻ്റെ സ്ഥാപനമുള്ളത്. എനിക്ക് ഗ്ലാസിനെ സംബന്ധിക്കുന്ന എല്ലാ ആർട്ട് വർക്കുകളും എൻ്റെ സ്ഥാപനത്തിൽ ലഭ്യമാണ്. ഹാർഡ്വെയർ ഐറ്റംസും മൾട്ടിവുഡ്, WVC അങ്ങനത്തെ ടഫ് ആൻഡ് ഗ്ലാസുകൾ ഉൾപ്പെടെ നമുക്ക് ഉള്ളതാണ്. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞങ്ങളുടെയും സ്ഥാപനത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു.
ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 2025 ആണ്ടത്തെ ഉപദേശക സമിതി സെക്രട്ടറിയായ KR ഗോപാലകൃഷ്ണൻ 4ാം പ്രാവശ്യമാണ് ഉപദേശക സമിതി സെക്രട്ടറിയായി തീരുന്നത്. എൻ്റെ അച്ഛൻ ഇവിടുത്തെ ജോലിക്കാരനായിരുന്നു. ഈ 2025 ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഭംഗിയായിട്ട് നടത്തുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നു. പിന്നെ ഈ അമ്പലത്തിലെ ഈയിടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തറക്കല്ല് ഇട്ടിട്ടുണ്ട്. തറക്കല്ലിട്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ വാസവൻ സാറ ആണ് തറക്കല്ല് ഇട്ടത്. നമസ്തേ, ഞാനിവിടെ സ്ഥിരം വരുന്നൊരു ഭക്തിയാണ്. ഇവിടെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ഭഗവാൻ അപ്പം നമുക്ക് സാധിച്ചു തരുന്ന ഒരു ശക്തിയുള്ള ഈശ്വരനാണ്. ഇവിടുത്തെ മെയിൻ വഴിപാട് എന്ന് പറഞ്ഞാൽ പഞ്ചാമൃത അഭിഷേകമാണ്. അത് നടത്തി നമ്മളെ ഇവിടുത്തെ വ്യത്യസ്ത കാര്യങ്ങൾ നടത്താനുള്ള ഒരു വരം കിട്ടുന്ന വഴിപാടാണ്. ഞാൻ ജയ്മോൻ 30 വർഷമായി സംക്രാന്തിക്കാവിലെ ചെറുപുഷ്പം ഇലക്ട്രിക്കൽ ആൻഡ് സാനിറ്ററി എന്ന സ്ഥാപനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. I am Dr. Prakash from KH Ayurvedic Treatment Center in Arpukara. We have doing for all type of Ayurvedic treatments and especially spondylitis, slip disc, paralysis and that one doing for every treatment that's going on here. KH ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്ററിൻ്റെ എല്ലാവിധ ഉത്സവാശംസകളും. എൻ്റെ പേര് രാധാ സി നായർ. ഞാൻ പാമ്പാടി വെള്ളൂരാണ് താമസിക്കുന്നത്. എന്നെ കല്യാണം കഴിച്ചതാണ് ആർപ്പുക്കരയിലേക്ക്. എനിക്ക് ഈ ക്ഷേത്രമായിട്ട് നല്ല ബന്ധമാണ്. എല്ലാ വർഷവും ഉത്സവം തോറും വരികയും ഇവിടെ പറയിടുകയും പിന്നെ വഴിപാടുകളൊക്കെ നടത്താൻ വരും. പിന്നെ എന്താ പറയുക, ഇവിടെ നിന്ന് വന്നിട്ട് പോകുമ്പോൾ ഒരു നല്ല തൃപ്തിയാണ് മനസ്സിന്. ഭഗവാൻ നല്ല ശക്തിയുള്ള ആളാണ്. ഭഗവാനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കേട്ട് അത് വെച്ച് ഞാൻ കീർത്തനങ്ങൾ എഴുതും. എല്ലാ ഭഗവാന്മാരെക്കുറിച്ചും കീർത്തനം എഴുതുന്നുണ്ട്. എന്നാലും സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് കൂടുതൽ കീർത്തനം എഴുതിയിട്ടുണ്ട്. കൃത്തികാനന്ദന കാർത്തികേയ ശ്രീ ആർപ്പുക്കര വാഴും വേലായുധ മഹാദേവനന്ദന സൽഗുണാബ്ദേ
മയൂരവാഹന ഗജമുഖ സഹജ. എൻ്റെ പേര് മാത്യു മത്തായി, റോൺസ് എൻ്റർപ്രൈസസിൻ്റെ സ്ഥാപകൻ, തെള്ളകം PO, അടിച്ചിറ, കോട്ടയം ജില്ല. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് ഏറെ വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണ് വിജയ ഗോൾഡ്. ഇതിൻ്റെ ഹെഡ് ഓഫീസ് കോട്ടയത്താണ്. ഞാനിപ്പോൾ നിൽക്കേണ്ടത് പ്രാവട്ടം ബ്രാഞ്ചിലാണ്. ഇതിൻ്റെ ബ്രാഞ്ച് പാമ്പാടിയിലുമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വിജയ ഗോൾഡിൻ്റെ MD ആയ വിപിൻ സാറിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൻ്റെയും ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ നേരുന്നു. ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ഒന്നാം ഉത്സവം കൊടിയേറി സമാരംഭിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുമ്പോൾ അതിപുരാതനമായ ക്ഷേത്രമാണ്. ഇവിടുത്തെ വഴിപാടുകളെപ്പറ്റി പറയാനാണ് എനിക്ക് താല്പര്യം. എന്തുകൊണ്ടെന്നാൽ ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഞ്ചാമൃത അഭിഷേകമാണ്. പഞ്ചാമൃത അഭിഷേകം ഇപ്പോഴത്തെ ദേവസ്വത്തിൻ്റെ റേറ്റ് അനുസരിച്ച് 260 രൂപയാണ് ഒരു പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതിന്. പക്ഷേ എങ്കിൽ ഇപ്പം ദിനം പ്രതി 10ഉം 20ഉം പഞ്ചാമൃത അഭിഷേകം തന്നെ നടക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒറ്റ നാരങ്ങ, ഒരു 2 വർഷം മുമ്പ് ഒറ്റ നാരങ്ങ വഴിപാട് 2ഓ 3ഓ പേരിൽ തന്നെ നടത്തിയിരുന്ന വഴിപാടുകൾ ഇപ്പോൾ ഏതാണ്ട് 60-70 പേര് എല്ലാ ചൊവ്വാഴ്ചയും വന്ന് ഒറ്റ നാരങ്ങ വഴിപാട് നടത്തുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തിക്തഫലങ്ങൾ, നല്ല ഫലങ്ങൾ ഭക്തരിൽ ഭഗവാൻ കൊടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെയാണ് തെളിവാണ് ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 400 ഇരട്ടിയോളം പേര് ഇപ്പോൾ ഈ ഒറ്റ നാരങ്ങ വഴിപാട് നടത്തുന്നത്. അതുപോലെ തന്നെ നാരങ്ങാമാല, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാലകൾ ഐറ്റംസിൽ ഒന്നാണ് നാരങ്ങാമാല. അതുപോലെ എണ്ണ, മറ്റുള്ള വഴിപാട് സാധനങ്ങൾ ഭഗവാന് ഇഷ്ടമാണ്. പക്ഷേ ഏറ്റവും പേരെടുത്ത് പറയേണ്ടത് പഞ്ചാമൃത അഭിഷേകം തന്നെയാണ്. അതുപോലെ തന്നെ ഭഗവാന്റെ ഉത്സവലി എനിക്ക് തോന്നുന്നു 2030-32 വരെ ഫുൾ ഡേ ബുക്കിംഗ് ആയി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ വഴിപാടുകൾ ഭഗവാന് എല്ലാം ഭക്തർ എന്തു കൊടുത്താലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, 1 രൂപ ഭഗവാന് നമ്മൾ അറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഫലം ഭഗവാൻ തിരിച്ചു തരുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഒത്തിരിയുണ്ട്. അതിൽ ഒരു തെളിവ് ഞാൻ തന്നെയാണ്. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയൊക്കെ ഭഗവാൻ നമ്മളെ ആക്കി തന്നിരിക്കുന്ന ഭഗവാനാണ്. ഭഗവാന്റെ വഴിപാടുകൾ നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഭഗവാൻ ഭക്തരെയും പ്രീതിപ്പെടുത്തുന്ന സ്വഭാവമുള്ള ഒരു ദേവചൈതന്യമാണ് അകത്ത് കുടികൊള്ളുന്നത്. എൻ്റെ പേര് TR റഹീം സംക്രാന്തി. ഞാനിവിടെ ദീപ്തി ബേക്കറി ആൻഡ് മിൽമ ഷോപ്പിൽ നടത്തി വരികയാണ്. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ അറിയിക്കുന്നു.
ചേച്ചി നമസ്കാരം. എന്താണ് പേരെന്താണ്? ലീലാമ്മ. ഇവിടെ എത്ര വർഷമായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു? ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാ ഭഗവാന്റെ അടുത്തൊരു 33 വർഷമായി തൊഴാൻ തുടങ്ങിയിട്ട്. അത് ശരി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ് ഇവിടെ? നാരങ്ങാമാല പ്രധാന വഴിപാടാണ്. പിന്നെ പൂമാല, പിന്നെ ഇതുണ്ട്, പഞ്ചാമൃതം ഉണ്ട്, അഭിഷേകം. നാരങ്ങാമാല എന്തിനു വേണ്ടിയാണ് അങ്ങനെ വല്ലതും? നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നോ അത് വിചാരിച്ച് ഭഗവാന് വെക്കുക. മാലയായിട്ട് വെക്കാം, ഒറ്റ നാരങ്ങാമാലയായിട്ടുണ്ട്, ഒറ്റ മാലയായിട്ട് അത് വെച്ച് നമ്മൾ ഇത്ര ആഴ്ച നമുക്കുണ്ട്. നമ്മുടെ മനസ്സിൽ നമ്മൾ പറയുക ഭഗവാൻ ഇത്ര ആഴ്ച വെച്ചേക്കാവുന്ന, അങ്ങനെ പ്രാർത്ഥിച്ചു വെക്കുമ്പോൾ അതിന്റെ ഫലം നമുക്ക് കിട്ടും. ഉറപ്പാണ്. ഞാൻ അനുഭവസ്ഥയാണ്. ഭഗവാൻ അത് അച്ചട്ട് കാര്യമാണ്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എല്ലാം ഉണ്ടാവട്ടെ. ഓക്കെ ചേച്ചി. കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ മഡോണ. ആർപ്പുകര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഹോട്ടൽ മഡോണയുടെ എല്ലാ സ്റ്റാഫിൻ്റെയും പേരിലുള്ള തിരുവുത്സവ ആശംസകൾ നേരുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സിഡ്നി മോണ്ടിസോറി സ്കൂൾസിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു.
ഞാൻ രാജു കുന്നപ്പള്ളി എൻട്രി സ്പൈസ് ആൻഡ് ബേക്കേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. നമുക്ക് പൂത്തുമോടിൽ ഒരു കടയുണ്ട്, പനമ്പാലത്തുണ്ട്, സംക്രാന്തിയിലുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കട സന്ദർശിക്കണം. ഞങ്ങളുടെ എൻട്രി സ്പൈസ് ആൻഡ് ബേക്കേഴ്സിൻ്റെ ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആശംസകളും. ഏറെ പ്രശസ്തമായ ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സംക്രാന്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽ അശോക് നമ്മുടെ പിള്ളേച്ചൻ്റെ ചായക്കട നാവിൽ കൊതിയൂർന്ന വെറൈറ്റി ടേസ്റ്റുകളുടെ ഒരു കലവറ തന്നെയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പേരിലുമുള്ള കൃത്യമായ തിരുവുത്സവ ആശംസകൾ ഞങ്ങൾ ഒരുമിച്ച് നേരുകയാണ്.
ഞാൻ പ്രതാപൻ വൈദ്യർ, നീണ്ടൂർ അഗസ്ത്യ ആയുർവേദ ഹെൽത്ത് കെയറാണ് എൻ്റെ സ്ഥാപനം. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് രാകേഷ് കയാർ. ഇതെൻ്റെ വൈഫ് ശ്രുതി രാജ്. ഞങ്ങൾ നീണ്ടൂർ പ്രാവട്ടം മാർക്കറ്റിന് സമീപം നാടൻ തട്ടുകട എന്ന് പറയുന്ന ഒരു പലഹാരക്കട നടത്തുന്നുണ്ട്. അത് നോക്കി നടത്തുന്നത് എൻ്റെ വൈഫാണ്. ഞാൻ തൊട്ടപ്പുറത്ത് ക്ലാസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്നു. എല്ലാവിധ ഇലക്ട്രിക് വർക്കുകളും ചെയ്യുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ആർപ്പൂക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ സാജു ജോസഫ്, കണ്ണമത്രയിൽ ഹാർഡ്വെയർസ്, പനമ്പാലം, ആർപ്പൂക്കര ഈസ്റ്റ്. ആർപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
എൻ്റെ പേര് ബിജു. ഇതെൻ്റെ പപ്പ ബിജു ദേവസ്യ. ഞങ്ങൾ പനമ്പാലത്ത് KSB വെജിറ്റബിൾസ് എന്ന സ്ഥാപനം നടത്തുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, എൻ്റെ പേര് വിജയൻ. ആർപ്പുക്കര പനമ്പാലം വാമിക സ്ഥലം നടത്തുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോട് സംബന്ധിച്ച് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ജയരാജ്. ഞാൻ പനമ്പാലം പാറക്കൽ ജ്വല്ലേഴ്സിൻ്റെ ഓണറാണ്. ആർപ്പുക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
ഏറെ പ്രശസ്തമായ ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റ് സ്ഥിതി ചെയ്യുന്ന ഭാരത് ഹോട്ടലിലെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും എല്ലാ അംഗങ്ങളുടെയും പേരിലുള്ള ഹൃദ്യമായ തിരുവുത്സവ ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. ചരിത്രപ്രസിദ്ധമായ 7 കൂത്തമ്പലങ്ങളിൽ പരമപ്രധാനമായ കൂത്തമ്പലമുള്ള ഒരു ക്ഷേത്രമാണ് ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അവിടെ തിരുവുത്സവമാണ്. കൈപ്പുഴ കുരിശുപള്ളിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ ദുർഗ ഫ്യൂവൽസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും അതേപോലെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയും പേരിലുള്ള തിരുവുത്സവ ആശംസകൾ നേരുകയാണ്. സ്കന്ദ കാർത്തികേയ ദേവ സ്കന്ദ കാർത്തികേയ ദേവ ഇന്ദീവര ദള നേത്ര വന്ദനീയ ചെന്താരടി എന്നുമെന്നു കണ്ടു തൊഴാൻ സ്കന്ദ കാർത്തികേയ ദേവ ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കോട്ടയത്ത് തന്നെ ഹൃദയഭാവ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രം തൊട്ട് അടുത്തിരിക്കുന്ന ക്ഷേത്രമാണ്. അതുപോലെ തന്നെ വളരെ പൗരാണികമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ഇന്നും നിലനിൽക്കുന്നതിൽ വട്ടശ്രീകോവിലുള്ള ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തന്നെയാണ്. അതുപോലെ തന്നെ കൂത്തമ്പലങ്ങളുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെയധികം ചുരുക്കം തന്നെയാണ്. അതിൽ ഒന്നിൽപ്പെട്ടത് തന്നെയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെയും ഒരു കൂത്തമ്പലം കുടികൊള്ളുന്നുണ്ട്. അതിൽ തന്നെയായിട്ടാണെങ്കിലും രാമായണം ചുറ്റുവട്ടം കൊത്തിവെച്ചിരിക്കുന്ന, അതായത് പഴയ സ്കൾപ്ചേഴ്സ് കുത്തിവെച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ആർപ്പുകര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം തന്നെയാണ്. അതുപോലെ തന്നെ സ്കന്ദഗണപതി കുടികൊള്ളുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. അതിന് നിത്യനിവേദ്യം, പൂജ എല്ലാം തന്നെ നടന്നു പോകുന്നത് തന്നെയാണ്.
ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒത്തൊരുമയുടെ ഭാഗമാണ് ഓരോ ഉത്സവങ്ങളും. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കുടമാളൂർ പുളിഞ്ചുവോട് പ്രവർത്തിക്കുന്ന ദയാ ആദിവാസി വംശീയ പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിൻ്റെ എല്ലാവിധ തിരുവുത്സവ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഫിലിം അവാർഡ്സും എല്ലാം ഏറ്റുവാങ്ങിയാണ്. അതിൻ്റെ പ്രതിഭയെ ഇവിടെ ആദരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ സാധിച്ചതിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഈ ഉത്സവ അന്തരീക്ഷത്തിൽ ഉത്സവ സമയത്ത് പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ ഉത്സവ ആശംസകളും അതോടൊപ്പം എത്രയും ബഹുമാനപ്പെട്ട ആദരണീയായ വൈക്കം വിജയലക്ഷ്മിക്ക് എല്ലാവിധ ഭാവുകളും നടത്തുന്നു. ഡോക്ടർ പി കെ ജയകുമാർ സാറിനെ പരമവീശങ്ങൾ ആദരിക്കുന്നു. എൻ്റെ പേര് സണ്ണി തോമസ്. ഞാൻ പനമ്പാലത്ത് ഈസ്റ്റേൺ സാനിറ്ററി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം നടത്തി വരികയാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എൻ്റെയും എൻ്റെ സ്ഥാപനത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഒരു നാടിൻ്റെ, ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ആഘോഷങ്ങളാണ് ഓരോ ഉത്സവങ്ങളും. അത്തരത്തിലേറെ പ്രശസ്തമായ ആർപ്പുക്കര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് ടിവിയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ വീണ്ടും കാണാം. നന്ദി.